ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വിസർജന വ്യവസ്ഥയെ കുറിച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു നിർത്തിയത് എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ഏതൊക്കെ വ്യവസ്ഥകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു? ഡൈജഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? പിന്നെ ഏതുള്ള? റെസ്പിറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാർട്ട് പഠിച്ചു അല്ലെ? സർക്കുലേറ്ററി സിസ്റ്റം പഠിച്ചു. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് പോർഷൻ ബാക്കിയുണ്ട്. വിസർജന വ്യവസ്ഥയും അതുപോലെ തന്നെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റവും നമ്മളിന്ന് തീർക്കും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റംസ് ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പൊ നാളത്തെ ഒരു ക്ലാസ്സോട് കൂടി ഈ ഒരു സെക്ഷൻ ഏകദേശം കവർ ആവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിസർജന വ്യവസ്ഥയെ കുറിച്ചിട്ടാണ്. വിസർജന വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി പുറത്തു വരുന്ന വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്ന പ്രവർത്തനത്തെയാണ് വിസർജനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉപാപചയ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റബോളിസം ആണ്. നമ്മൾ കഴിച്ച ഭക്ഷണം ഉപയോഗിച്ച് എന്ന് വെച്ചാൽ നമ്മൾ ഡൈജഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ടല്ലോ. ആ ന്യൂട്രിയൻസ് ഉപയോഗിച്ച് നമ്മുടെ ബോഡിയിൽ നടക്കേണ്ട ബേസിക് ആയിട്ടുള്ള മെറ്റബോളിക് പ്രവർത്തനങ്ങളൊക്കെ നടന്നതിന് ശേഷം ബൈ പ്രൊഡക്റ്റ് ആയിട്ടുണ്ടാവുന്ന എല്ലാ വേസ്റ്റിനെയും പുറത്തേക്ക് കളയുന്ന പ്രക്രിയയാണ് വിസർജനം. അതില് രക്തത്തിൽ നിന്നും വിസർജ്യ വസ്തുക്കൾ നീക്കം ചെയ്ത് നമ്മുടെ ശരീരത്തിന് ഒരു ആന്തര സമസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആന്തര സമസ്ഥിതിയുടെ ഇംഗ്ലീഷ് വാക്ക് എന്തായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു ഇക്വിലിബ്രിയം. ഓക്കെ, നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവയവങ്ങളാണ് കരൾ, ശ്വാസകോശം, ത്വക്ക്, വൃക്ക, ഈ 4 ഇപ്പൊ നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട എക്സ്ക്രീറ്ററി ഓർഗൻസ്, വിസർജനത്തിന് സഹായിക്കുന്ന ഓർഗൻസ് ഏതൊക്കെയാണ്? ഈ 4 കരള്, ശ്വാസകോശം, ത്വക്ക്, വൃക്ക. ഓക്കെ, ഇതാണ് പ്രധാന വിസർജന അവയവങ്ങൾ. ഇതിൽ നിന്ന് പുറത്തു വരുന്നത് എന്താണെന്ന് നോക്കാം. ഇപ്പൊ കരളിൽ നിന്ന് പുറത്തു വരുന്നത് നൈട്രജൻ സംയുക്തമായിട്ടുള്ള യൂറിയാണ്, യൂറിയ. ഓക്കെ, ശ്വാസകോശത്തിൽ നിന്ന് പുറത്തു വരുന്നത് എന്താ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ശ്വാസകോശത്തിൽ നിന്ന് പുറത്തു വരുന്നത്. ത്വക്കിൽ നിന്ന് പുറത്തു വരുന്നത് എന്തൊക്കെയാണ്? ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തു വരുന്നുണ്ട്. വൃക്കയിലൂടെ പുറത്തു വരുന്നത് യൂറിയ വരുന്നുണ്ട്, ഒപ്പം അധികമുള്ള ജലം പുറത്തേക്ക് തള്ളുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട വിസർജ്യ വസ്തുക്കളായിട്ട് പുറത്തേക്ക് വരുന്നത്. ഇതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കരളിനെ കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നാണ് കരൾ അറിയപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിലെ രാസപരീക്ഷണശാല എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഇനി കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. മനുഷ്യ ശരീരത്തില് രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ പ്രോട്ടീൻ നിർമ്മിക്കുന്നത് എവിടെയാണ്? കരളിലാണ്. ഇനി ക്യാരറ്റ് ഉണ്ടല്ലോ, നമ്മൾ കഴിക്കുന്ന ക്യാരറ്റ്, അതിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു സാധനമാണ് ബീറ്റാ കരോട്ടിൻ. ഓക്കെ, ബീറ്റാ കരോട്ടിൻ. ഇത് വിറ്റമിൻ എ ആയിട്ട് മാറുന്നത് എവിടെ വെച്ചിട്ടാണ്? കരളിൽ വെച്ചിട്ടാണ്. കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു വിറ്റമിന്റെ കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് ഏത് വിറ്റമിൻ ആയിരുന്നു? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേ. കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു വിറ്റമിൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. വിറ്റമിൻ ഏതായിരുന്നു? എ. വിറ്റമിൻ എ ആണ്. യെസ്, കറക്റ്റ് ആണ്. ആ വിറ്റമിൻ എ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണെന്ന് നോക്കിയേ? കരളിലാണ് നിർമ്മിക്കപ്പെടുന്നത്. നോക്കി, ക്യാരറ്റ് നമ്മൾ കഴിക്കാൻ പറയാറുണ്ട്, കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാന്ന് പറയും അല്ലെ? ഈ ക്യാരറ്റിൽ ധാരാളമുള്ള ഒരു സാധനമാണ് ബീറ്റാ കരോട്ടിൻ. ബീറ്റാ കരോട്ടിൻ നമ്മുടെ ലിവറിൽ ചെല്ലുമ്പോൾ അതെന്തായിട്ട് മാറും? വിറ്റമിൻ എ ആയിട്ട് മാറും. ഓക്കെ, ഇനി ശരീരത്തിൽ അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ കരളിൽ അടിഞ്ഞുകൂടുന്ന വിറ്റമിൻ ആണ് വിറ്റമിൻ എ. കാരണം അത് അവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആവശ്യമില്ലെങ്കിൽ അവിടെ തന്നെ വന്നത് അടിഞ്ഞുകൂടിക്കോളും. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ് ഉത്തരം? കരളാണ്. അപ്പൊ ഏറ്റവും വലിയ ഗ്രന്ഥി, അതുപോലെ തന്നെ ഏറ്റവും വലിയ അവയവം, ആന്തരിക അവയവം, ഇത് രണ്ടും ഏത് തന്നെയാണ്? കരള് തന്നെയാണ്. ഓക്കെ, ഇനി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ്, ഇരുമ്പ്. ഇനി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? കരളാണ്. കാരണം ഏറ്റവും കൂടുതൽ മെറ്റബോളിക് പ്രവർത്തനങ്ങൾ നടക്കുന്നത് എവിടെയാണ്? കരളിലാണ്. അതുകൊണ്ടാണ് കേട്ടോ. ഇനി
പുനരുജ്ജീവന ശക്തിയുള്ള ശരീരത്തിലെ അവയവം ഏതാണ്? കരളാണ്. ലിവർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനോടെയുള്ള ഒരാളുടെ കരൾ തന്നെ നമുക്ക് പകുതി മുറിച്ച് അടുത്ത ആൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ആ മുറിച്ചു കൊടുത്ത ആൾക്ക് ബാക്കി പാതി വളർന്നു വരികയും ചെയ്യും. സ്വീകരിച്ച ആളുടെ ശരീരത്തിലും ബാക്കി പാതി വളർന്നു വരും. ഓക്കെ, അങ്ങനെ പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ ഒരേ ഒരു അവയവമാണ് ഈ കരൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഈ കരളിന് 2 ലോബുകളാണുള്ളത്. 2 ലോബുകൾ കേട്ടോ. കരളിൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവമാണ് കരൾ. കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന സ്ഥലമാണ് കരൾ. മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം കരളാണ്. അപ്പൊ ഡീടോക്സിഫിക്കേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയാ. ഈ വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന പ്രക്രിയ അത് ചെയ്യുന്നത് എവിടെയാണ്? കരളിലാണ് ആ പ്രക്രിയ നടക്കുന്നത്. ഇനി കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. 2 വൈറ്റമിൻസിനെ കുറിച്ച് പറഞ്ഞു. കരളിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. അതേസമയം കരളിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. രണ്ടും മാറിപ്പോകരുത് കേട്ടോ. ഇവിടെ ലിവറിന്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. 2 ലോബായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ലിവറിന്റെ താഴ്ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഗ്ലാഡർ ഉണ്ട്. കണ്ട ബ്ലാഡർ പോലെ കണ്ട. ഈ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഗാൾ ബ്ലാഡർ അല്ലെങ്കിൽ പിത്താശയം. കരളിന്റെ വലതേ ലോബിന്റെ അടിവശത്തായിട്ട് കാണപ്പെടുന്നതാണ് പിത്താശയം. ഈ ഇമേജ് നമ്മൾ വരയ്ക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് സൈഡ്സ് വരേണ്ട. നമ്മുടെ ശരീരത്തിന്റെ വലതു ഭാഗമാണ് ഇത്. ഇതാണ് ഇടതു ഭാഗം. ഓക്കെ, ശരീരത്തിൽ വരുമ്പോൾ ഇതാണ് വലതു ഭാഗം കേട്ടോ. അതാ രീതിയിൽ കൺസിഡർ ചെയ്തോളെ. കരളിന്റെ വലതേ ലോബിന്റെ അടിവശത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? പിത്താശയം കാണപ്പെടുന്നത്. ഈ പിത്താശയത്തിൽ നമ്മൾ ഡൈജഷൻ പഠിക്കുമ്പോൾ അതിൽ നിന്നൊരു സാധനം പുറത്തേക്ക് വരുന്നതായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ പുറത്തേക്ക് വരുന്ന ദ്രവത്തിന്റെ പേരൊന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞ്. ഗാൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഒരു ദഹന രസത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു അത്? ഓർമ്മയുണ്ടോ? ഡൈജഷൻ പഠിച്ചിട്ട് അധികം ദിവസം ആയില്ലല്ലോ. ഗാൾ ബ്ലാഡർ പിത്താശയത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് നമ്മൾ ഡൈജഷന്റെ സമയത്ത് ഡിയോഡിനം എന്ന് പറയുന്ന ഭാഗത്തേക്ക് റിലീസ് ചെയ്യുക. ഓർമ്മയില്ല? ശരി, ഞാൻ തന്നെ പറയാം. അത് ബൈലാണ്. ബൈൽ ഓർമ്മയുണ്ടാവുന്ന വിചാരിക്കുന്നു. പിത്തരസം എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, ആ പിത്തരസം സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഇവിടെയാണ്. ഇത് രണ്ടും കൂടി നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ ബിഗിനിങ് പാർട്ടിലേക്ക്, ഡിയോഡിനം എന്ന് ഇംഗ്ലീഷിൽ പറയും, മലയാളം വാക്ക് ഞാൻ മറന്നുപോയി തോന്നുന്നു, അവിടേക്കാണ് റിലീസ് ചെയ്യപ്പെടുക കേട്ടോ. ഓക്കെ, ഇനി കരളിൽ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തുവാണ് അമോണിയ. ശരീരത്തിൽ ഏറ്റവും അധികം അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരൾ. അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കൂടിച്ചേർന്ന് യൂറിയ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആയിട്ട് മാറും. നമ്മൾ വളമായിട്ട് ഇട്ട് കൊടുക്കുന്ന സാധനമാണ് യൂറിയ. ആ യൂറിയ നിർമ്മിക്കുന്നത് കരളിനകത്ത് വെച്ചിട്ടാണ്. ഓക്കെ, കരളിനകത്ത് വെച്ചിട്ടാണ് അതിന്റെ നിർമ്മാണം നടക്കുന്നത്. ഇനി കരളിൽ വെച്ച് യൂറിയ നിർമ്മിക്കപ്പെടുന്ന പ്രക്രിയയാണ് ഓർണിത്തൈൻ പരിവൃത്തി. നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. ആ സൈക്കിളിന്റെ പേര് മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. നമ്മുടെ മനുഷ്യരുടെ കരളിനുള്ളിൽ വെച്ചിട്ടാണ് നമ്മുടെ സാധാരണ രീതിയിൽ നമ്മുടെ കോശങ്ങളൊക്കെ പ്രവർത്തിക്കും. അതിൽ നിന്ന് പുറത്തു വരുന്ന ഒരു സാധനമാണ് അമോണിയ. അപ്പൊ ഈ അമോണിയ നമ്മുടെ സെല്ലുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിന് അത് ഡാമേജ് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് അത് നേരെ ലിവറിലേക്കാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുക. ലിവറിൽ വെച്ച് അത് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മിക്സ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? യൂറിയ ആയിട്ട് മാറും. അങ്ങനെ അമോണിയ മൊത്തത്തിൽ യൂറിയ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ യൂറിയ നിർമ്മിക്കപ്പെടുന്ന പ്രക്രിയനെ പറയുന്ന പേരാണ് ഓർണിത്തൈൻ പരിവൃത്തി. ഓക്കെ, ഇനി കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൈക്കോജൻ. നമ്മൾ സാധാരണഗതിയിൽ ഗ്ലൂക്കോസിനെ ഒക്കെ ഗ്ലൈക്കോജൻ ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. അങ്ങനെ കരളിൽ സൂക്ഷിച്ചു വെക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൈക്കോജൻ. ഇനി കരളിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകൾ 3 പ്രോട്ടീനുകളാണുള്ളത്. പ്രോത്രോംബിൻ, ഫൈബ്രിനോജൻ, ആൽബുമിൻ. ഈ പേരുകൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ആൽബുമിൻ ഏതിൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ്? ആൽബുമിൻ അറിയാവുന്നവർ പറയൂ.
ആൽബുമിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൽബുമിൻ. ചാറ്റ് ബോക്സിൽ മെസ്സേജുകളൊന്നും വരുന്നില്ലല്ലോ. അറിയാത്തോണ്ടാണോ അതോ ആൽബുമിൻ എവിടെയാണ് കാണപ്പെടുന്നത്? മുട്ടയുടെ വെള്ള ഭാഗം ഉണ്ടല്ലോ, അതാണ് ആൽബുമിൻ കേട്ടോ. ഈ പ്രോത്രോംബിൻ, ഫൈബ്രിനോജൻ, ഇത് രണ്ടും നമ്മൾ ബ്ലഡ് പഠിക്കുമ്പോൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തിനു ഉപയോഗിക്കുന്നതാണ് പ്രോത്രോംബിനും ഫൈബ്രിനോജനൊക്കെ? ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് കറക്റ്റ് ആണ്. ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരാണ് പ്രോത്രോംബിൻ, ഫൈബ്രിനോജൻ. അപ്പൊ അതുകൊണ്ടാണ് പറയണേ കരളില് എന്താവശ്യമുണ്ടെന്ന്, വിറ്റമിൻ കെ ആവശ്യമുണ്ടെന്ന് കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ അത്യാവശ്യം വേണ്ട വിറ്റമിൻ ആണ് വിറ്റമിൻ കെ. ഇനി അമിത മദ്യപാനം മൂലം കരളിലുണ്ടാകുന്ന അല്ലെങ്കിൽ കരളിലെ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന ജീർണാവസ്ഥേനെ പറയുന്ന പേരാണ് സിറോസിസ്. ലിവർ സിറോസിസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അമിതമായ മദ്യപാനം ഉള്ളവർക്ക് ഉണ്ടാവുന്ന കരള് അസുഖമാണ് ലിവർ സിറോസിസ്. ഇനി മദ്യത്തോടുള്ള അതിയായ ആസക്തിനെ പറയുന്ന പേരാണ് ഡിപ്സോമാനിയ. ഡിപ്സോമാനിയ. ഈ മദ്യപാനം കാരണം ഒരു ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവാറുണ്ട്. ആ ഹെപ്പറ്റൈറ്റിസിനെ പറയുന്ന പേരാണ് ടോക്സിക് ഹെപ്പറ്റൈറ്റിസ്. പല ടൈപ്പ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഈ ഹെപ്പറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, ജി ഉണ്ട്. ഇത്രയും ടൈപ്പ് ഹെപ്പറ്റൈറ്റിസുകൾ ഉണ്ട്. അതൊരു അസുഖമാണ്. ഇതില് ഏറ്റവും മാരകമായിട്ടുള്ള വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബി. ഇത് സിറം ഹെപ്പറ്റൈറ്റിസ് എന്നാണ് പറയാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ദ്രവങ്ങളിലൂടെയാണ് ഇത് പരക്കുക. അപ്പൊ ഓൾറെഡി ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള ഒരാളിൽ നിന്ന് നമ്മൾ രക്തം സ്വീകരിക്കുകയാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ശരീരദ്രവങ്ങൾ തമ്മിൽ കലരുകയാണെന്ന് വിചാരിക്കാം. അണുവിമുക്തമാക്കാത്ത സൂചി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് വിചാരിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡിൽ കൂടെയൊക്കെ ഹെപ്പറ്റൈറ്റിസ് ബി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പരക്കാം. അപ്പൊ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അസുഖമാണ് കേട്ടോ, ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്. ഇനി മലിനജലത്തിലൂടെ പരക്കുന്ന ഹെപ്പറ്റൈറ്റിസുകൾ ഉണ്ട്. അതാണ് എയും ഇയും. ഹെപ്പറ്റൈറ്റിസ് എയും ഇയുമാണ് മലിനജലത്തിലൂടെ പരക്കുന്നത്. വൈറസ് സിറം ഹെപ്പറ്റൈറ്റിസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇതുവരെ നമ്മൾ പറഞ്ഞത് കരളുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. ഇതുവരെ വായിച്ചതിൽ ഏതെങ്കിലും പോർഷൻ ഒന്നുകൂടി പറയേണ്ടതുണ്ടെങ്കിൽ പറയാം. ഇപ്പൊ ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ നമുക്കൊരു 2 മിനിറ്റ് സമയമുണ്ട്. ഒന്ന് വായിക്കാം, എന്നിട്ട് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. സംശയങ്ങളുള്ളവരുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമുക്ക് ചോദിക്കാൻ തന്നെയാണ് ഇപ്പൊ ഒരു ബ്രേക്ക് തരുന്നത്, ഒരു 2 മിനിറ്റ് വായിക്കാൻ തരുന്നത്. ഒന്നുകിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ മൈക്ക് ഓപ്പൺ ആക്കി അതിൽ ചോദിക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അടുത്തത് വൃക്കകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. വൃക്കകൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിസർജന അവയവമാണ് വൃക്ക എന്ന് പറയുന്നത്. നമ്മൾ കിഡ്നി എന്ന് ഇംഗ്ലീഷിൽ പറയും. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവമാണ് വൃക്ക. ഇതൊരു തവണ PSCക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? ഈ വൃക്കകൾ സ്ഥിതി ചെയ്യുന്നത് ഉദരാശയത്തില് നട്ടലിന്റെ ഇരുവശത്തുമായിട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറിരിക്കുന്ന ഒരു ഏരിയ. ഓക്കെ, നട്ടലിന്റെ 2 വശത്തേക്കായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇനി വൃക്കയുടെ ആകൃതി എന്ന് പറയുന്നത് ഒരു പയറുവിത്തിന്റെ ആകൃതിയാണ്. ഒരു ബീൻ ഷേപ്പ് എന്നാണ് അതിന് പറയാം, അമരവിത്തിന്റെ ആകൃതി. ഓക്കെ, ഇനി അതിന്റെ ഫങ്ഷൻ എന്താണ്? വൃക്കയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് രക്തത്തിൽ നിന്നും യൂറിയ, ലവണങ്ങൾ, വിറ്റമിനുകൾ, ശരീരത്തിന് ദോഷകരമായ മറ്റു പദാർത്ഥങ്ങൾ എന്നിവ നീക്കം ചെയ്യുക എന്നതാണ് വൃക്കയുടെ ഫങ്ഷൻ. രക്തത്തിൽ നിന്ന് യൂറിയ, ലവണങ്ങൾ, വിറ്റമിനുകൾ, ശരീരത്തിന് ദോഷകരമായ മറ്റു വസ്തുക്കൾ, ഇത്രയും കാര്യങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫങ്ഷൻ? വൃക്കകളുടെ ഫങ്ഷൻ. ആദ്യമായിട്ട് ലോകത്തിൽ മാറ്റിവെക്കപ്പെട്ട അവയവമാണ് വൃക്ക.
ഓക്കെ, ആദ്യമായിട്ട് മാറ്റിവെക്കപ്പെട്ട അവയവമാണ് വൃക്ക. വൃക്കയുടെ ഏകദേശ വലിപ്പം എന്ന് പറയുന്നത് 11 സെന്റിമീറ്റർ നീളവും 5 സെന്റിമീറ്റർ വീതിയും 3 സെന്റിമീറ്റർ കനവുമാണ്. വൃക്കയുടെ പ്രവർത്തനം കണ്ടെത്തിയത് വില്യം ബൊമാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. വില്യം ബൊമാൻ. ഓക്കെ, നമുക്ക് അതിന്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ ടെക്സ്റ്റിൽ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്, ബാക്കി നിങ്ങൾക്ക് PDF ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ നോട്ട്സ് വായിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. അടുത്ത ദിവസം പഠിക്കാനുള്ള സെക്ഷനകത്ത് അതുകൂടി ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കണേ. നോക്കൂ, വൃക്കയുടെ ഏറ്റവും പുറമെയുള്ള ലെയറിനെ പറയുന്ന പേരാണ് കോർട്ടെക്സ്. അത് ഇളം നിറത്തിലാണ് കാണപ്പെടുക. അതിന്റെ ഉള്ളിലായിട്ട് കടും നിറത്തിലുള്ള ആന്തരഭാഗമുണ്ട്, അതിനെ മെഡുല്ല എന്ന് വിളിക്കും. ഒരു ഇതെല്ലാ സാധനങ്ങളെയും പുറം ഭാഗത്തിനെയാണ് നമ്മൾ കോർട്ടെക്സ് എന്ന് വിളിക്കുക, ഉള്ളിലുള്ള ഭാഗത്തിന് നമ്മൾ മെഡുല്ല എന്നാണ് വിളിക്കുക. അതിന്റെ ഉള്ളിലാണ് ഈ നമ്മുടെ ശരീരത്തിലുള്ള വെള്ളമൊക്കെ അരിച്ചു മാറ്റാനായിട്ട് സഹായിക്കുന്ന അരിപ്പ പോലെയുള്ള നെഫ്രോണുകൾ കാണപ്പെടുന്നത്. അപ്പൊ മനുഷ്യനില് ഒരു ജോഡി വൃക്കകളാണുള്ളത്. പയർവിത്തിന്റെ ആകൃതിയിലാണ് ഇതിരിക്കുന്നത്. ഉദരാശയത്തിൽ നട്ടെല്ലിന്റെ ഇരുവശത്തുമായിട്ടാണ് കാണപ്പെടുന്നത്. രക്തത്തിൽ നിന്ന് മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അതിസൂക്ഷ്മ അരിപ്പകൾ വൃക്കകളിൽ കാണപ്പെടുന്നു. ഇതിനെ പറയുന്ന പേരാണ് നെഫ്രോൺ. നമ്മൾ ശരിക്കും ചായ അരിക്കില്ലേ, ചായയുടെ മട്ട് കളയാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിനെ അല്ലെങ്കിൽ രക്തം ഉണ്ടല്ലോ, രക്തത്തിനെ അരിച്ച് അതിൽ നിന്ന് ആവശ്യമില്ലാത്ത വസ്തുക്കളെ നീക്കം ചെയ്യുക. ആ ഒരു അരിപ്പയുടെ പണിയാണ് കൃത്യമായിട്ട് നെഫ്രോൺ ചെയ്യുന്നത്. നെഫ്രോണുകളാണ് വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. അപ്പൊ ഓരോ കിഡ്നിയിലുമായിട്ട് ഏകദേശം 12 ലക്ഷം നെഫ്രോണുകൾ ഉണ്ട്. ഇത്രയും നെഫ്രോണുകൾ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് കിഡ്നി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, വൃക്കയുടെ ഇരുണ്ട നിറത്തിലുള്ള ആന്തരഭാഗത്തിനെ പറയുന്ന പേരാണ് മെഡുല്ല. ഇളം നിറത്തിലുള്ള ബാഹ്യഭാഗത്തെ പറയുന്ന പേരാണ് കോർട്ടെക്സ്. വൃക്കയിൽ കാണപ്പെടുന്ന അതിസൂക്ഷ്മ അരിപ്പകൾ അതെവിടെയാണ് കാണപ്പെടുക? കോർട്ടെക്സിലാണ് കാണപ്പെടുക. ഇനി വൃക്കകളിലേക്ക് ഉന്നതമർത്തത്തിലുള്ള രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് വൃക്കാധമനി, റീനൽ ആർട്ടറി എന്ന് പറയുന്നത്. മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം മഹാസിരയിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലാണ് വൃക്കാസിര, റീനൽ വെയിൻ. നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ധമനി എന്ന് പറയുന്നത് ഓക്സിജൻ കണ്ടെയ്ൻ ചെയ്യുന്ന ബ്ലഡ് ഹാർട്ടിൽ നിന്ന് കൊണ്ടുവരുന്നവരാണ്. അപ്പൊ വൃക്കാധമനി എന്തിലേക്ക് കൊണ്ടുവരുന്നോ? കിഡ്നിയിലേക്ക് രക്തം കൊണ്ടുവരുന്നതായിരിക്കും. ഇനി മാലിന്യം നീക്കം ചെയ്ത സാധനങ്ങൾ അല്ലെങ്കിൽ ഓക്സിജൻ ഇല്ലാതെ ഓരോ ഓർഗൻസിൽ നിന്നും തിരിച്ചു വരുന്ന ബ്ലഡ് കൊണ്ടുപോകുന്നതാണ് സിരകൾ. അപ്പൊ വൃക്കാസിര എന്ന് പറയുന്നത് കിഡ്നിയിൽ നിന്ന് ഹാർട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ നോക്കിയേ, ഇതാണ് നമ്മുടെ വൃക്ക. അതിൽ ഇവിടെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് വൃക്കാധമനി. അത് എന്ത് കൊണ്ടുവരുന്നതാണ്? ഹാർട്ടിൽ നിന്നുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയാണ് ക്ലീൻ ചെയ്യാനുള്ള ബ്ലഡ്, അത് കൊണ്ടുവരുന്നവരാണ് വൃക്കാധമനികൾ. ഇനി കിഡ്നിയിൽ നിന്ന് ആവശ്യം കഴിഞ്ഞ് ബ്ലഡ് തിരിച്ചു കൊണ്ടുപോകുന്ന ആളുകളാണ് വൃക്കാസിര. അതാണ് ഈ നീല കളറിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ ഓക്സിജൻ ഇല്ലായിരിക്കും. ഓക്കെ, ഓക്സിജൻ മുഴുവൻ ആര് ഉപയോഗിച്ചിട്ടുണ്ടാവും? മെജോറിറ്റി പാർട്ടും കിഡ്നികൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇനി ഇവിടെ കിഡ്നിയുടെ ഒരു ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. നോക്കിയേ, ക്രോസ് സെക്ഷനിൽ ഇവിടെ ഈ ഒരു ഓപ്പണിംഗ് കണ്ടോ? ഈ ഓപ്പണിങ്ങിന് ഈ ഭാഗത്താണ് എല്ലാ നെഫ്രോണുകളും തുറന്നു വരുന്നത്. ഈ ഭാഗത്തിനെ പെൽവിസ് എന്നാണ് പറയുന്നത്. നെഫ്രോണുകൾ തുറന്നു വരുന്ന ഈ ഭാഗത്തിന് പെൽവിസ് എന്ന് പറയുന്നു. ഇത് യുറേറ്റർ ആണ്, മൂത്രവാഹി. ഇതിൽ കൂടെയാണ് ഫോം ചെയ്ത യൂറിൻ മൂത്രാശയത്തിലേക്ക് പോകുന്നത്. ഇവിടെ ഈ കണക്ഷൻ വരുന്നതാണ് മൂത്രവാഹി എന്ന് പറയുന്നത്. ഇത് മൂത്രാശയം. അതിൽ നിന്ന് പുറത്തേക്ക് യൂറിൻ പുറത്തേക്ക് വരുന്നതാണ് മൂത്രനാളി എന്ന് പറയുന്ന ഭാഗം. അപ്പൊ ഇത്രയാണ് കിഡ്നിയുടെ പാർട്ടായിട്ട് നമുക്ക് പറയാനുള്ള പാർട്സ്. ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഒന്നുകൂടി ഒന്ന് പറയാണ്. വൃക്കയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് നെഫ്രോൺ ആണ്. രക്തത്തിൽ നിന്നും മൂത്രം അരിച്ചു മാറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ കണ്ടന്റും അതുപോലെ തന്നെ മിനറൽസും വിറ്റമിൻസും ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ അരിച്ചു മാറ്റുന്നത് നെഫ്രോണുകളാണ്. ഓരോ വൃക്കയിലും കാണപ്പെടുന്ന നെഫ്രോണുകളുടെ എണ്ണം 12 ലക്ഷത്തോളമാണ്. കെട്ടുപിടഞ്ഞ് ചുരുളുകളോട് കൂടി കാണപ്പെടുന്ന നെഫ്രോണിന്റെ ആദ്യ ഭാഗത്തെ പറയുന്ന പേരാണ് PCT, ആധാര സംവലിത നളികകൾ. ഓക്കെ, ആധാര സംവലിത നളികകൾ. ആ പേര് ചിലപ്പോൾ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനെ തന്നെ പഠിച്ചോളൂ. ഇംഗ്ലീഷിൽ അതിനെ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ് എന്നാണ് പറയുക, ആധാര സംവലിത നളികകൾ. ഇനി ആ നളികയ്ക്ക് ശേഷം കാണപ്പെടുന്ന വളയത്തിനെ പറയുന്ന പേരാണ് ഹെൻലി വളയം.
നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിഡ്നിയുടെ ഫങ്ഷൻ കണ്ടെത്തിയത് ഒരു ബൊമാൻസ് എന്ന് പറയുന്ന ആളാണ് അല്ലെ. ആളുടെ പേരിലാണ് ഈ കിഡ്നിയിലെ നെഫ്രോണിന്റെ ഒരു പാർട്ടിന് പേരിട്ടിരിക്കുന്നത്. നോക്കാം നമുക്ക്. ഓക്കെ, ഇതാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഭാഗം. നെഫ്രോണിന്റെ ആദ്യത്തെ നെക്ക് പോലുള്ള ഭാഗമാണ് കേട്ടോ അത്. ഇതിനുള്ളിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നവര് അഫറന്റ് വെസൽസ്, ഇതിൽ നിന്ന് തിരിച്ച് ബ്ലഡ് കൊണ്ടുപോകുന്നവരെ ഇഫറന്റ് വെസൽസ് എന്ന് പറയും. അഫറന്റ് വെസലും ഇഫറന്റ് വെസലും. ഓക്കെ, ഇതിനുള്ളിൽ കാണപ്പെടുന്ന ഈ കെട്ട് പണിഞ്ഞിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഇവിടെയാണ് ഗ്ലോമറുലസ് എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഫോം ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിനുള്ളിൽ കൂടെ ബ്ലഡ് പാസ് ചെയ്ത് കഴിയുമ്പോൾ നോക്കിയേ, കണ്ടോ, ഇത്രയും ഭാഗത്ത് കൂടെ ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്ത് പോയോണ്ടിരിക്കുക. ഈ ഗ്ലോമറുലസിനുള്ളിൽ വെച്ചിട്ടാണ്, ഇവിടെ വെച്ചിട്ടാണ് ബ്ലഡിൽ നിന്നുള്ള സാധനങ്ങൾ മൊത്തം, വേസ്റ്റ് മൊത്തം അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ട് ആ സാധനങ്ങൾ ഇതേ ഈ ട്യൂബിൽ കൂടെ ഇങ്ങനെ പതിയെ പതിയെ പോവായിരിക്കും. കണ്ടോ, ഇങ്ങനെ ലാസ്റ്റ് ഇവിടെ വെള്ളം അതുപോലെ തന്നെ വേസ്റ്റ് മാത്രമായിട്ട് വൃക്ക നളികയിൽ വന്നടിയും. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു ഏകദേശ ഫങ്ഷനിങ് പറയുന്നത്. നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് +2 പോർഷനിലാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളൂ. നമുക്ക് നെഫ്രോണിന്റെ ബേസിക്സ് ഒരു കുറച്ച് പേരുകൾ മാത്രമാണ് 10th ലെവലിൽ പഠിക്കാനുള്ളൂ കേട്ടോ. +2 ലെവൽ ആരെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ +2ന്റെ ടെക്സ്റ്റ് വെച്ചിട്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ടി വരും. ഓക്കെ, നെഫ്രോണിന്റെ ഇരട്ട ഭിത്തിയോട് കൂടിയ കപ്പാകൃതിയിലുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് ഇത് ബൊമാൻസ് ക്യാപ്സ്യൂൾ. 2 ഭിത്തി ഉണ്ടായിരുന്നു, കപ്പിന്റെ ഷേപ്പിലാണ് അതിരിക്കുന്നത്. അതിനെയാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഇനി ബൊമാൻസ് ക്യാപ്സ്യൂളിനകത്തെ ലോമിക ജാലത്തിനെ പറയുന്ന പേരാണ് ഗ്ലോമറുലസ്. ലോമിക എന്ന് പറഞ്ഞ കാപ്പിലറികളാണ്, ചെറിയ കട്ടി കുറഞ്ഞ ബ്ലഡ് വെസൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, കാപ്പിലറീസ് എന്ന് പറയാം. ഓക്കെ, ഈ കാപ്പിലറീസ് ധാരാളം ഉള്ള സ്ഥലമാണ് ഏത്, നമ്മൾ ഈ പറഞ്ഞ ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബൊമാൻസ് ക്യാപ്സ്യൂളിനകത്തേക്ക് പ്രവേശിക്കുന്ന വൃക്കാധമനിയുടെ ശാഖേനെ പറയുന്ന പേരാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അകത്തേക്ക് വരുന്ന ആളുടെ പേര് ഇവിടെ നോക്കിയാൽ കാണാം, അഫറന്റ് വെസൽ. ഒന്നുകൂടി വായിക്കാണ്. ബൊമാൻസ് ക്യാപ്സ്യൂളിനകത്തേക്ക് പ്രവേശിക്കുന്ന വൃക്കാധമനിയുടെ ശാഖേനെ പറയുന്ന പേരാണ് അഫറന്റ് വെസൽ. ഇനി ഗ്ലോമറുലസിലെ രക്തരൂമികൾ ചേർന്ന് രൂപം കൊടുക്കുന്ന രക്തക്കുഴലാണ് ഇഫറന്റ് വെസൽ. ഇതിനുള്ളിലേക്ക് വന്നു അഫറന്റ് വെസൽ, അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ഇഫറന്റ് വെസൽ. ഓക്കെ, ഇഫറന്റ് വെസലിന്റെ തുടർച്ചയായി വൃക്കാനളികയ്ക്ക് ചുറ്റും കാണപ്പെടുന്ന രക്തലോമികളെ പറയുന്ന പേരാണ് ബാഹ്യനളിക ലോമിക ജാലം. ഈ പുറമെ കാണുന്നത്, ഈ ഇവിടെ കാണുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ഇതിനെ പറയുന്ന പേരാണ് ബാഹ്യനളിക ലോമിക ജാലം. ഓക്കെ, ഇനി ബൊമാൻസ് ക്യാപ്സ്യൂളിനെയും ശേഖരണ നളിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നീണ്ട കുടലാണ് വൃക്കാനളിക. ഇവിടെ കണ്ട വൃക്കാനളിക കണ്ടല്ലോ. ഈ വൃക്കാനളിക എന്തിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്, ബൊമാൻസ് ക്യാപ്സ്യൂളിനെയും അതുപോലെ തന്നെ ശേഖരണ നളികയെയും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ്. ഇതാണ് ബൊമാൻസ് ക്യാപ്സ്യൂള്, ഇതാണ് വൃക്കാനളിക. ഇതിന്റെ ഇടയിൽ കിടക്കുന്ന ഈ ചുറ്റുപണഞ്ഞു കിടക്കുന്ന ഈ ഏരിയ ഉണ്ടല്ലോ, ഇതിനെയാണ് വൃക്കാനളിക എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ വെച്ചിട്ടാണ് കൃത്യമായ ഫിൽട്രേഷൻ നടക്കുന്നത് കേട്ടോ. ഇവിടെ ബ്ലഡ് ഫിൽട്ടർ ചെയ്ത് വന്നിട്ടുണ്ടാവും, ഇവിടെ എന്തെങ്കിലുമൊക്കെ റീഅബ്സോർപ്ഷൻ ഒക്കെ നടക്കാനുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് നടന്നോളൂ. അതിനുശേഷം ബാക്കി വരുന്ന വേസ്റ്റ് മാത്രമേ എവിടേക്ക് പോവുള്ളൂ, ശേഖരണ നാളിയിലേക്ക് പോവുകയുള്ളൂ. ഓക്കെ, ഇനി വൃക്കാനളിക വന്നു ചേരുന്നതും മൂത്രത്തെ ശേഖരിച്ച് പെൽവിസിലേക്ക് എത്തിക്കുന്നതുമായ ഭാഗമാണ് ഈ പറഞ്ഞിരിക്കുന്ന ശേഖരണ നാളി എന്ന് പറയുന്നത്. ഓക്കെ, യൂറിൻ കളക്ട് ചെയ്ത് പെൽവിസിലേക്ക് കൊണ്ടു കൊടുക്കുന്നത്. ഇനി പെൽവിസ് എന്താണെന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഈ കാണുന്ന അരിപ്പയിൽ നിന്ന് കണക്ഷൻ വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, നീളത്തിൽ കിടക്കുന്ന ഭാഗം, ഈ ഭാഗമാണ് പെൽവിസ് എന്ന് പറയുന്നത്. ഇവിടേക്കാണ് ഈ കളക്ടിങ് ഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശേഖരണ നാളികളെല്ലാം തുറന്നു വരുന്നത്. ഓക്കെ, അരിപ്പകളിൽ നിന്ന് മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗമാണ് പെൽവിസ്. ഇനി നിങ്ങൾക്ക് യൂറിൻ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാനായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. ഇത് ഒരു ഫുൾ A4 ഷീറ്റ് ആണ് ഇത്രയും ഷോർട്ടാക്കി തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ക്ലാരിറ്റിയിൽ ഇച്ചിരി പ്രശ്നം ഉണ്ടാവും, എന്നാലും നമുക്കൊന്ന് വായിക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പാണ് അൾട്രാ ഫിൽട്രേഷൻ അഥവാ സൂക്ഷ്മ അരിക്കൽ. രക്തം ഇവിടെ കാണുന്ന ഗ്ലോമറസിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ഈ ഗ്ലോമറസിന്റെ അകത്തൊക്കെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്, സുഷിരങ്ങളുണ്ട്. അപ്പൊ അതിലൂടെ ബ്ലഡ് ഇങ്ങനെ പോകുമ്പോൾ അരിക്കൽ പ്രക്രിയ നടക്കുകയാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഗ്ലോമറുലാൽ ഫിൽട്രേറ്റ് എന്ന് പറയുന്ന ഒരു ദ്രവം ഉണ്ടാവും.
ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയുന്ന ഒരു ദ്രാവകം ഉണ്ടാകും. ഓക്കെ, ഇത് ഈ ഒരു പ്രക്രിയ ഇങ്ങനെ നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അഫ്രന്റ് വെസലും ഇഫ്രന്റ് വെസലും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് ആണ്. ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ എന്തൊക്കെ ഉണ്ടാവും ഇവിടെ തന്നിട്ടുണ്ട് നോക്കിയേ. ഗ്ലൂക്കോസ് ഉണ്ടാകാം, ജലമുണ്ട്, അമിനോ ആസിഡ്, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ആവശ്യമില്ലാതെയുള്ള അയോൺസ്, വിറ്റമിൻസ്, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ, ഇത്രയും സാധനങ്ങളാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നടക്കുന്നത് ഈ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഈ ഭാഗം ഉണ്ടല്ലോ, ഈ നീളത്തിലുള്ള ട്യൂബ് ഇവിടെ വെച്ചാണ് നടക്കുക. അതിനെ പുനരാകിരണം എന്നാണ് പറയുക. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് വൃക്കാനളിയിലൂടെ ശേഖരണ നാളിയിലേക്ക് ഒഴുക്കുമ്പോൾ അതിൽ നിന്ന് ആവശ്യമുള്ള വസ്തുക്കളെ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യും. ഇപ്പോ പെട്ടെന്ന് നമ്മുടെ ബോഡിയിലെ വാട്ടർ ലെവൽ കുറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് അത് റീഅബ്സോർബ് ചെയ്യും. ഇവിടെ വാട്ടർ ഉണ്ടല്ലോ, വാട്ടർ റീഅബ്സോർബ് ചെയ്യും. ഓക്കെ, തേർഡ് സ്റ്റെപ്പാണ് സ്രവണം, സെക്രീഷൻ. രക്തത്തില് അധികമായിട്ട് അവശേഷിക്കുന്ന എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അത് എവിടേക്ക് വന്നോളും? ഇവിടെയുള്ള ഈ നമ്മൾ ഈ കാണുന്ന ഈ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന ഈ ഭാഗത്തിലേക്ക് വന്ന് ചേരുന്നു. ഇനി മൂത്രം എവിടെയാണ് ഫോം ചെയ്യുക? ശേഖരണ നാളിയിൽ നിന്ന് പെൽവിസിലേക്ക് ഒഴുകി എത്തുന്ന ദ്രാവകത്തെയാണ് നമ്മൾ മൂത്രം എന്ന് പറയുക. അതിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഘടകങ്ങൾ നോക്കിയേ. ജലം, യൂറിയ, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽഷ്യം, ലവണങ്ങൾ, കാൽഷ്യത്തിന്റെ ലവണങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ, ഇത്രയും കാര്യങ്ങളാണ് യൂറിൻ്റെ അകത്ത് ഉണ്ടാവുക. ഇനി നിങ്ങൾ ഇവിടെ നോക്കിയേ, ഈ ട്യൂബിന്റെ ഇവിടെ കുറച്ച് ആരോ മാർക്ക് തന്നിട്ടുണ്ട്, അതുകൂടി ഒന്ന് നോക്കണം. ഇവിടെ ഓൾറെഡി സൂക്ഷ്മ അരിക്കൽ നടക്കുന്നുണ്ട് ഗ്ലോമറുലസിനകത്ത്. അതിനുശേഷം നോക്കിയേ, ഈ ട്യൂബിനകത്ത് കടന്ന് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഇങ്ങനെ വരാണ് കേട്ടോ. ഇവിടെ എത്തുമ്പോൾ പുനരാകിരണം നടക്കും. ഈ ഒരു ട്യൂബിൽ വെച്ചിട്ടാണ് പുനരാകിരണം നടക്കുക. ഓക്കെ, ഇതിൽ നിന്ന് തിരിച്ച് യൂറിൻ ഫോം ചെയ്ത് ഇങ്ങനെ വരാണ്. അപ്പൊ ഇവിടെ വെച്ച് ബ്ലഡിൽ എന്തെങ്കിലും എക്സ്ട്രാ വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് പുറന്തള്ളാനായിട്ടുള്ള സ്റ്റെപ്പ് ഇവിടെ വെച്ചിട്ടാണ് നടക്കുക. അപ്പൊ അതിനാണ് ഇവിടെ ഇത്രയും നീളത്തിലുള്ള ലോമികകളുടെ ഒരു ജാലകം തന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോമിക ജാലം, അത് തന്നിരിക്കുന്നത് ശ്രവണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പില് എന്ത് നടക്കും? പുനരാകിരണം നടക്കും. അതിനുശേഷം ശ്രവണം എന്തെങ്കിലും നടക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് നടക്കും. അതിനുശേഷം ബാക്കി വരുന്ന എല്ലാ വേസ്റ്റും കൂടി എവിടെ എത്തിക്കോളും? ശേഖരണ നാളിയിലേക്ക് എത്തിക്കോളും. ഓക്കെ, ഈ പോർഷൻ ഒന്നുകൂടി പറയണോ എങ്ങനെയാണ് യൂറിൻ ഫോം ചെയ്യണേന്നുള്ളത്? ക്ലിയർ ആണ്? ഓക്കെ, നമ്മൾ അടുത്തതിലേക്ക് കിടക്കുകയാണ്. അതിൽ കുറച്ച് ഭാഗം കൂടി നമുക്ക് പറയാനുണ്ട്. രണ്ട് വൃക്കകളിൽ നിന്നുമായിട്ട് ഒരു മിനിറ്റിൽ ഏകദേശം രൂപപ്പെടുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റിന്റെ അളവ് 127 ml ആണ്. അതിൽ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യപ്പെടുന്നത് 126 ml തിരിച്ച് പുനരാകിരണം ചെയ്യും. അപ്പോൾ ഒരു മിനിറ്റിൽ ഏകദേശം 1 ml മൂത്രം മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ. ഓക്കെ, രണ്ട് വൃക്കകളുമായിട്ട് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് 127 ml ഫോം ചെയ്യുന്നുണ്ട്. അതിൽ 126 ml തിരിച്ച് അബ്സോർബ് ചെയ്യും. ബാക്കിയുള്ള 1 ml മാത്രമേ എന്തായിട്ട് മാറുള്ളൂ? യൂറിനായിട്ട് മാറുള്ളൂ. ഒരു ദിവസം ഉണ്ടാകുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റിന്റെ ഏകദേശം അളവ് നോക്കി കഴിഞ്ഞാൽ 170 ലിറ്ററോളം ഉണ്ടാവും. അതിൽ നിന്നുണ്ടാവുന്ന യൂറിന്റെ അളവ് എത്ര മാത്രമേ ഉള്ളൂ? 1.5 ലിറ്റർ മാത്രമേ ഏകദേശം യൂറിൻ ഉണ്ടാകുള്ളൂ. ഇനി നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെയൊക്കെ യൂറിന് ഒരു യെല്ലോ കളർ ഉണ്ടാവും. ആ സ്ലൈറ്റ് യെല്ലോ കളർ മൂത്രത്തിന് പ്രൊവൈഡ് ചെയ്യുന്ന വർണ്ണ വസ്തുവാണ് യൂറോക്രോം എന്ന് പറയുന്നത്. യൂറോക്രോം. ഓക്കെ, ഈ യൂറോക്രോം എന്ന് പറയുന്ന സാധനം കണ്ടെയ്ൻ ചെയ്യുന്നതുകൊണ്ടാണ് അതിനൊരു യെല്ലോ കളർ വരുന്നത്. ഇനി നോക്കിയേ, മൂത്രത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ് ഇവിടെ തന്നിട്ടുണ്ട്. ജലം 96% ജലമാണ്. പിന്നെ യൂറിയ ഉണ്ട് ഒരു 2%. അതുകൂടാണ്ട് യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ, NaCl ആണ്, NaCl, KCl, ഫോസ്ഫേറ്റ്, പിന്നെ കാൽഷ്യത്തിന്റെ ലവണങ്ങൾ, ഇതെല്ലാം കൂടിയിട്ട് 2%. ഓക്കെ, മെജോറിറ്റിയും എന്ത് തന്നെയാണ്? ജലം തന്നെയാണ്. ഓക്കെ,
ഇനി നമുക്ക് അതിന്റെ അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. നമ്മള് പുനരാകിരണം നടക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നെഫ്രോണിന്റെ ഒരു പാർട്ടിയിൽ വെച്ച് പുനരാകിരണം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ 127 ml 126 ml തിരിച്ച് അബ്സോർബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ റീഅബ്സോർപ്ഷൻ നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ വാസോപ്രസിൻ എന്ന് പറയുന്നത്. ADH എന്ന് അതിന്റെ ഷോർട്ട് ഫോമിൽ എഴുതും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ വേനൽക്കാലമാകുമ്പോൾ യൂറിന്റെ അളവ് സ്വാഭാവികമായിട്ടും കുറയും. അതേസമയം മഴക്കാലമാകുമ്പോൾ യൂറിന്റെ അളവ് കൂടുതലായിരിക്കും. ഇങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് യൂറിന്റെ അളവ് കൂടാനോ കുറയാനോ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ആണ് ഈ പറഞ്ഞ ആന്റി ഡയൂററ്റിക് ഹോർമോൺ ADH അല്ലെങ്കിൽ വാസോപ്രസിൻ. ഇനി ADH എന്ന ഹോർമോണിന്റെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. സാധാരണ നമ്മൾ ഡയബറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഷുഗർ എന്ന് പറയുന്ന ഡയബറ്റിക്സ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് മറ്റൊരു അസുഖമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഇത് ADH ഹോർമോണിന്റെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. ഇനി സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു അസുഖമാണ് കിഡ്നിയിൽ സ്റ്റോൺ വരാന്നുള്ളത്. അങ്ങനെ വൃക്കയിൽ കല്ലുണ്ടാകുന്നത് കാൽഷ്യം ലവണങ്ങള് തരി തരിയായിട്ട് അടിഞ്ഞ് നെഫ്രോണിന്റെ അരിപ്പ് പോലെയുള്ള ഭാഗത്ത് അടിയുന്നത് കൊണ്ടാണ് കല്ലുകളായിട്ട് ഫോം ചെയ്യുന്നത് കേട്ടോ. ഇനി നോക്കിയേ, വൃക്കയിലെ കല്ല് രാസപരമായി കാൽഷ്യം ഓക്സലേറ്റ് ആണ്. വൃക്കയിലെ കല്ലുണ്ടാകുന്ന അവസ്ഥേനെ പറയുന്ന ആ വൃക്കയിലെ കല്ല് എന്ന് പറയുന്ന അസുഖത്തിന് പറയുന്ന പേരാണ് റീനൽ കാൽക്കുലെ. ഈ പഴയ മുമ്പത്തെയൊക്കെ PSCക്ക് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നതാണ് ഈ കിഡ്നി സ്റ്റോണിന്റെ രാസനാമം എന്താണെന്നുള്ളത് കേട്ടോ. പഠിക്കണേ, കാൽഷ്യം ഓക്സലേറ്റ് ആണ്. ആ അസുഖത്തിനെ പറയുന്ന പേരാണ് റീനൽ കാൽക്കുലെ. ഇനി വൃക്കകളില് ഈ കല്ല് വന്ന് ഫോം ചെയ്ത് കഴിഞ്ഞാൽ യൂറിൻ ഫോം ചെയ്യുമ്പോൾ ഒക്കെ ഈ കല്ലുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് അനങ്ങുമല്ലോ. അത് കാരണം നമ്മുടെ മൂത്രപഥത്തിൽ ഉണ്ടാവുന്ന വേദന പറയുന്ന പേരാണ് റീനൽ കോളിക്. അതിഭയങ്കരമായ വയറുവേദനയായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. ആ വേദന പറയുന്ന പേരാണ് റീനൽ കോളിക്. ഈ വൃക്കയിൽ കല്ല് പൊടിക്കുക എന്നൊരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിനുപയോഗിക്കുന്ന ഉപകരണമാണ് ലിത്തോട്രിപ്റ്റർ. ലിത്തോട്രിപ്റ്റർ, ലിത്തോ എന്ന് വെച്ചാൽ കല്ല് എന്നാണ് അർത്ഥം. ലിത്തോട്രിപ്റ്റർ കല്ല് പൊടിക്കുന്ന ഒരു ഉപകരണം. ഓക്കെ. മൂത്രത്തില് ആൽബുമിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ഹെല്ലേഴ്സ് ടെസ്റ്റ്. എന്തിന്റെ പ്രസൻസ് ആണ്? ആൽബുമിൻ. ആൽബുമിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണ്. അത് ഉണ്ടോന്ന് അറിയാനാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആൽബുമിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ഹെല്ലേഴ്സ് ടെസ്റ്റ്. രണ്ട് വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്നത് മൂലം യൂറിയയും മറ്റു വിസർജ്യ വസ്തുക്കളും അരിച്ചു മാറ്റപ്പെടാതെ രക്തത്തിൽ തന്നെ നിലനിൽക്കുന്ന അവസ്ഥയാണ് യുറീമിയ. രക്തത്തിലുള്ള യൂറിയയുടെ അളവ് കൂടുമ്പോഴാണ് യുറീമിയ എന്ന് നമ്മൾ പറയുന്നത്. ഈ മൂത്രത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥയാണ് ഹെമറ്റൂറിയ. ഹെമറ്റൂറിയ. മൂത്രത്തിൽ പ്ലാസ്മ പ്രോട്ടീനുകൾ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്രോട്ടീൻ യൂറിയ. പ്രോട്ടീൻ യൂറിയ. രക്തത്തിൽ ഉണ്ടാകുന്ന അണുബാധയോ വിഷബാധയോ മൂലം വൃക്കയ്ക്ക് ഉണ്ടാകുന്ന വീക്കത്തിനെ പറയുന്ന പേരാണ് നെഫ്രൈറ്റിസ്. ഈ ചില പാമ്പിന്റെ ഒക്കെ കടിയേറ്റ് കഴിയുമ്പോൾ നമ്മുടെ കിഡ്നി നീര് വെച്ച് വീർക്കുന്ന പോലെ വീർക്കും. അതിന് പറയുന്ന പേരാണ് നെഫ്രൈറ്റിസ്. സോറി, എവിടെ വായിച്ച അങ്ങനെ വീക്കം വരുന്ന ഒരു അസുഖമാണ് നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി വൃക്ക നമ്മളിങ്ങനെ നീക്കം ചെയ്യാറുണ്ട്. വർക്ക് ചെയ്യാത്ത വൃക്കകൾ നീക്കം ചെയ്യാറുണ്ട്. അതിന് പറയുന്ന പേരാണ് നെഫ്രക്ടമി. നെഫ്രക്ടമി. നെഫ്രോൺ അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയണം, കിഡ്നിയായിട്ട് റിലേറ്റ് ചെയ്ത് പറയണം. അപ്പൊ നെഫ്രക്ടമി. ഇനി വൃക്കകൾ പൂർണ്ണമായും തകരാറിലാകുന്ന സാഹചര്യത്തിൽ രക്തത്തിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുന്ന മാർഗമാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. അത് കൃത്രിമ രക്തം കടത്തിവിട്ട് നമ്മുടെ രക്തം ശുദ്ധീകരിക്കുന്ന കൃത്രിമ വൃക്കയിലൂടെ കടത്തിവിട്ട് നമ്മുടെ രക്തം ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് അതിന്റെ ഒരു ടെക്സ്റ്റിൽ അതിന്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. രണ്ട് വൃക്കകളും പ്രവർത്തനരഹിതമായാലാണ് ഇത് ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പൊ ഡയാലിസിസ് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കിയേ. മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഹെപ്പാരിൻ എന്ന് പറയുന്ന കെമിക്കൽ ചേർക്കും. എന്നിട്ട് അതിനെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടും. ഡയാലിസിസ് യൂണിറ്റിലൂടെ കടത്തിവിടുമ്പോൾ മാലിന്യങ്ങൾ ഡിഫ്യൂഷൻ പ്രക്രിയയിലൂടെ ഇവിടെ വെച്ചിരിക്കുന്ന ഡയാലിസിസ് ദ്രവത്തിനകത്തേക്ക് വ്യാപിക്കും. അതേസമയം നമ്മുടെ ബ്ലഡ് തിരികെ എന്ത് ചെയ്തോളും? പമ്പ് ചെയ്ത് നമ്മുടെ ബോഡിയിലേക്ക് കടത്തിവിടും. ഓക്കെ. അപ്പൊ കടത്തിവിടുന്നതിന് മുമ്പായിട്ട് ആന്റി ഹെപ്പാരിൻ ചേർക്കും.
നമ്മൾ ഓൾറെഡി ഹെപ്പാരിൻ എന്ന് പറയുന്ന സാധനം മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ആന്റി ഹെപ്പാരിൻ ആഡ് ചെയ്തിട്ടാണ് തിരിച്ച് ബ്ലഡിലേക്ക് കടത്തിവിടുക. ഇതാണ് നമ്മൾ പറയുന്ന ഹീമോ ഡയാലിസിന്റെ ഒരു പ്രക്രിയ. അപ്പൊ ഇവിടെ വരണധാരി സ്ഥലം കൊണ്ട് നിർമ്മിച്ച കുഴലുകളാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. നമ്മൾ ഓസ്മോസിസ് പഠിക്കുമ്പോൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു വർണ്ണധാരി സ്ഥലം എന്ന് പറഞ്ഞ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ ഒബ്ജക്ട്സിന്റെ മൂവ്മെന്റ് നടത്തുള്ളൂ. അങ്ങനെയുള്ള സ്ഥലം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇനി കടാവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വൃക്ക മാറ്റി വെക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് ഡോക്ടർ വില്യം ജോഹാൻ കോൾഫ് ആണ്. ആദ്യത്തെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസഫ് ഇ മുറേയാണ്. മറ്റൊരാളാണെന്നൊരു വാദം നിലനിൽക്കുന്നുണ്ട്, അതവിടെ നിന്നോട്ടെ. പക്ഷെ നമുക്ക് ഒഫീഷ്യലി നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന പേര് ഇതാണ്, ഇത് പഠിച്ചാൽ മതി. ഇനി കിഡ്നി മാറ്റി വെക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ദാതാവ് പൂർണ്ണ ആരോഗ്യവാനായ ഒരാളായിരിക്കണം. അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ പറയുന്നത് പൂർണ്ണ ആരോഗ്യവാനായിരിക്കെ അപകടത്തിൽ മറ്റോ ഏകദേശം ബ്രെയിൻ ഡെഡ് ആയിരിക്കുന്ന അവസ്ഥയിലുള്ള ആളെ നമ്മൾ ദാതാവായിട്ട് സ്വീകരിക്കാറുണ്ട്. ഇനി ഇതിനു വേണ്ട മുന്നൊരുക്കം എന്ന് പറയുന്നത് രക്തഗ്രൂപ്പ് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കണം, ടിഷ്യൂ മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കണം, ക്രോസ് മാച്ചിങ് നടക്കണം. ഈ 3 എണ്ണം ഓക്കെ ആണെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഇനി ശസ്ത്രക്രിയ, ദാതാവിൽ നിന്നെടുത്ത വൃക്കയുടെ രക്തക്കുഴലുകളും മൂത്രവാഹിയും സ്വീകർത്താവിൻ്റെതുമായി യോജിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കട്ട് ചെയ്ത് എടുക്കുന്നു, അപ്പുറത്ത് കൊണ്ട് യോജിപ്പിക്കുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം നമ്മുടെ ബോഡിയിലുള്ള പ്രതിരോധത്തിനെ മന്ദീഭവിപ്പിക്കും. ഇല്ലെങ്കിൽ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ തുന്നി ചേർത്തിരിക്കുന്നത് മറ്റൊരാളുടെ ശരീരത്തിൽ നിന്നുള്ള ഒരു ഫോറിൻ ബോഡിയാണെന്ന് നമ്മുടെ ശരീരം തിരിച്ചറിയുകയും ആ ജോയിൻ ചെയ്ത് വെച്ച സാധനത്തിന് ബോഡി റിജക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിരോധം മന്ദീഭവിപ്പിക്കുന്നത്. പിന്നീട് ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ എടുക്കണം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും വളരെ കുറച്ചു കാലം കൂടി നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുള്ളൂ. ഒരു 10 വർഷം 15 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടിയാൽ കിട്ടി. ഓക്കെ, അപ്പൊ ആ ഒറ്റ കിഡ്നിയാണ് നമുക്ക് അങ്ങനെ കിട്ടുന്നുള്ളൂ. ആ കിഡ്നി വെച്ചിട്ട് നമ്മൾ ബാക്കി നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുപോവുകയും വേണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് കിഡ്നിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും പോർഷൻ ഒന്നുകൂടി പറയാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ, നമുക്ക് കുറച്ച് സമയം തരാം ഇത് വായിക്കാനായിട്ട്. നമുക്ക് പൊള്ളയിൽ നിലവിൽ ഏറ്റവും വലിയ പോർഷൻ ഇതായിരുന്നു. അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത സിസ്റ്റത്തിലേക്ക് കിടക്കാം, റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ, അടുത്തത് പറയാണ് കേട്ടോ. അപ്പൊ ഒന്ന് പ്രത്യുൽപാദന വ്യവസ്ഥ, റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. ലിംഗകോശങ്ങളുടെ സംയോജനമില്ലാതെ നടക്കുന്ന പ്രത്യുൽപാദനത്തിനെ പറയുന്ന പേരാണ് അലൈംഗിക പ്രത്യുൽപാദനം. നമ്മൾ അതിനെ അസെക്ഷൽ റിപ്രൊഡക്ഷൻ എന്ന് പറയും. ഓക്കെ, ഇനി ലിംഗകോശങ്ങളുടെ സംയോജനത്തോടു കൂടി നടക്കുന്ന പ്രത്യുൽപാദനത്തിന് പറയുന്ന പേരാണ് ലൈംഗിക പ്രത്യുൽപാദനം അഥവാ സെക്ഷൽ റിപ്രൊഡക്ഷൻ എന്ന് പറയും. ഓക്കെ, ഇനി പുംബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വൃഷണങ്ങളിലാണ്. ഓക്കെ, വൃഷണങ്ങളിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അവിടെ നിന്നും പുംബീജങ്ങളെ മൂത്രനാളിയിലേക്ക് എത്തിക്കുന്ന കുഴലിനെ പറയുന്ന പേരാണ് ബീജവാഹി. അണ്ടാശയത്തിൽ വെച്ച് പാകമാകുന്ന അണ്ഡം അണ്ടാശയത്തിന് പുറത്തു വരുന്ന പ്രക്രിയനെ പറയുന്ന പേരാണ് അണ്ടോത്സജനം, ഓവുലേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, പുംബീജം അണ്ഡവുമായി സംയോജിക്കുന്ന പ്രക്രിയയാണ് ബീജ സംയോഗം. ഇത്രയും വാക്കുകൾ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് അത്യാവശ്യം വേണ്ട പോയിന്റ്സ് മാത്രം ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഞാൻ PDF ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞുമ്പോൾ അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ആൺകുട്ടികളില് ശുക്ലോത്പാദനവും പെൺകുട്ടികളിൽ ആർത്തവവും ആരംഭിക്കുന്നതോടെയാണ് പ്രത്യുൽപാദന ശേഷി കൈവരിച്ചു നമ്മൾ പറയുന്നത്. ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പ്രായപൂർത്തി എത്തുന്നതോടെ ആൺകുട്ടികളുടെ പ്രത്യുൽപാദന അവയവങ്ങൾ വളരുന്നു, ശുക്ലോത്പാദനം ആരംഭിക്കുന്നു. ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുന്നതോടെ ലിംഗോധാരണം നടക്കുന്നു. ഈ ഘട്ടത്തിൽ രാത്രികാലങ്ങളിൽ ഉറക്കത്തിൽ ശുക്ലവിസർജനം നടക്കാം. ഇത് സ്വാഭാവിക ശാരീരിക വളർച്ചയുടെ വ്യക്തമായ അടയാളങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനി പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന മുഖ്യമായ മാറ്റം എന്ന് പറയുന്നത് അണ്ടോത്സർജനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവുലേഷൻ. ആർത്തവത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ നോക്കിയേ, ഇവിടെ അതിന്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് കയറി വന്നിട്ടുണ്ട്. ഇതുകൂടെ ഒന്ന് വായിക്കാം.
ബീജ സംയോഗം നടക്കുന്നത് വാഹിനിക്കുള്ളിൽ വെച്ചിട്ടാണ്, എന്ന് പറഞ്ഞാൽ ഫലോപ്പിയൻ ട്യൂബിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ബീജ സംയോഗം നടക്കുന്നത്. അത് ഇതിനിടയിൽ കയറി വന്നൊരു പോയിന്റ് ആണ് കേട്ടോ, അത് ഞാൻ മാറ്റാൻ മറന്നുപോയതാണ്, കുഴപ്പമില്ല. ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ പെൺകുട്ടികളിൽ കാണപ്പെടുന്ന മെൻസ്ട്രേഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അണ്ടം രൂപം കൊണ്ട് അത് പുറത്തേക്ക് വരുന്ന പ്രക്രിയ വരെയാണ് ഇത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അണ്ടം വളർന്നു തുടങ്ങുന്നു. അപ്പൊ അതിനനുസരിച്ച് ഇത് ഇവിടെ നോക്കി, ഇത് നമ്പർ ഓഫ് ഡേയ്സ് ആണ് തന്നിരിക്കുന്നത്. 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സൈക്കിളാണ് ഇത്. നമ്മുടെ യൂട്രസിന് ഉണ്ടാകുന്ന ഒരു തിക്നെസ് ആണ്, ഗ്രോത്ത് ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഏകദേശം 14ാമത്തെ ദിവസമാണ് ഓവുലേഷൻ നടക്കുക. ഓക്കെ, ഇതിൽ ആദ്യത്തെ 6-7 ദിവസങ്ങള് മെൻസ്ട്രേഷൻ ദിവസങ്ങളാണ്. അതിനുശേഷം 14ാമത്തെ ദിവസമാണ് അണ്ടം പുറത്തേക്ക് വരുന്നത്. അതിനുശേഷം അണ്ടം ബീജവുമായിട്ട് യോജിക്കുകയാണെങ്കിൽ അതൊരു ഭ്രൂണമായിട്ട് വളരും. അല്ലാത്ത സാഹചര്യങ്ങളിൽ ഈ അണ്ടം ശരീരത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കപ്പെടും. അപ്പൊ ഇതിനോടൊപ്പം നമ്മുടെ യൂട്രസിലെ ഇന്നർ വോള് ഇതുപോലെ തിക്കൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഈ തിക്കൻ ചെയ്ത വോളോട് കൂടി പുറത്തേക്ക് വരുന്ന പ്രക്രിയനെയാണ് ആർത്തവം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രായപൂർത്തി കൈവരിക്കുന്ന കൗമാര ഘട്ടത്തിൽ ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ അണുബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് തടയാനായിട്ട് എന്ത് ചെയ്യണം എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോ ആർത്തവ ചക്രത്തിലും ബീജ സംയോഗത്തിന് സാധ്യതയുണ്ട്. ലൈംഗിക ബന്ധത്തിലൂടെ ബീജ സംയോഗം നടക്കുകയും സിക്താണ്ഡം സൈഗോട്ട് രൂപപ്പെടുകയും ചെയ്യും. തുടർന്ന് ഗർഭധാരണം മുതൽ പ്രസവം വരെ നിരവധി മാറ്റങ്ങൾ ശരീരത്തിന് വിധേയമാകും. ഓക്കെ, ഇനി ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ, ബീജ സംയോഗത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങളോട് തന്നിട്ടുണ്ട്, നോക്കാം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പുരുഷലിംഗം യോനി നാളത്തിലേക്ക് നിക്ഷേപിക്കുന്ന ശുക്ലത്തിൽ എന്ന് പറഞ്ഞ സെമൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയാ, ഏകദേശം 400 ദശലക്ഷത്തോളം പുംബീജങ്ങൾ ഉണ്ടായിരിക്കും. അവ യോനി നാളത്തിൽ നിന്നും സെർവിക്സിലൂടെ ഗർഭാശയത്തിലെത്തുന്നു. പുംബീജങ്ങൾ അവയുടെ വാലിന്റെ സഹായത്താൽ 1 മിനിറ്റിൽ ഏകദേശം 1.5 മില്ലിമീറ്റർ എന്ന വേഗതയിലാണ് സഞ്ചരിക്കുക. ഇവയിൽ 100ഓളം പുംബീജങ്ങൾ അണ്ടവാഹി എന്ന് പറയുന്ന ഫലോപ്പിയൻ ട്യൂബിലേക്ക് പ്രവേശിക്കും. ഈ ഫലോപ്പിയൻ ട്യൂബിനകത്ത് വെച്ചിട്ടാണ് അണ്ടവുമായിട്ട് പുംബീജം യോജിക്കുക. അതിനെ പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, അപ്പൊ അണ്ടവാഹിയിൽ വെച്ചിട്ടാണ് പുംബീജം അണ്ടവുമായിട്ട് യോജിക്കുക. അവിടെ വെച്ചുണ്ടാവുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ സൈഗോട്ട് എന്ന് പറയുക. ഓക്കെ, സിക്താണ്ഡം സൈഗോട്ട്, അതാണ് ആദ്യം ഫോം ചെയ്യുക. ഇനി ഇവിടെ തന്നിരിക്കുന്ന എക്സ്ട്രാ റീഡിങ്ങിന് കുറച്ച് ഭാഗം തന്നിട്ടുണ്ട്. അതില് പുംബീജത്തിന്റെ ആയുസും അണ്ടത്തിന്റെ ആയുസും ആണ് പറയുന്നത്. നോക്കി, അണ്ടോർസജനം നടന്ന ഓവുലേഷൻ നടന്നതിന് ശേഷം ഒരു അണ്ടത്തിന് 72 മണിക്കൂറാണ് ആയുസ് ഉണ്ടാവുക. പുംബീജങ്ങൾ സ്ത്രീ ശരീരത്തിൽ 48 മണിക്കൂർ നേരം മാത്രമേ നിലനിൽക്കുള്ളൂ. 36 മണിക്കൂർ മാത്രമാണ് അണ്ടവുമായി സംയോജിക്കാൻ ശേഷി ഉണ്ടാവുക. ഓക്കെ, 48 മണിക്കൂറിൽ 36 മണിക്കൂർ മാത്രമേ അണ്ടവുമായി സംയോജിക്കാൻ ശേഷി ഉണ്ടാവൂ. അപ്പൊ ഇതില് അണ്ടത്തിന്റെ ആയുസ് പറയുന്നത് 72 മണിക്കൂറാണ്. പുംബീജത്തിന്റെ ആയുസ് പറയുന്നത് 48 മണിക്കൂറാണ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, അത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി ബീജ സംയോഗത്തിലൂടെ ആദ്യം ഉണ്ടാകുന്ന കോശത്തിന് പറയുന്ന പേരാണ് സൈഗോട്ട്, സിക്താണ്ഡം എന്ന് പറയുന്നത്. ഈ സിക്താണ്ഡം വിഭജിച്ചുണ്ടാകുന്ന ബഹുകോശ ജീവിയുടെ പ്രാരംഭഘട്ടത്തെയാണ് ഭ്രൂണം, എംബ്രയോ എന്ന് പറയാം. ഭ്രൂണം പറ്റിപ്പിടിച്ച് വളരുന്ന ഗർഭാശയ ഭിത്തിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളിന് പറയുന്ന പേരാണ് എൻഡോമെട്രിയം. 3 പാളികളാണ് യൂട്രസിന് കാണപ്പെടുക, എൻഡോമെട്രിയം, മയോമെട്രിയം, പിന്നെ അതിന്റെ ഉള്ളിലുള്ളത് ഏതായിരുന്നു, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ 3 ലെയർ ഉണ്ട്. അതിലെ എൻഡോമെട്രിയം എന്ന് പറയുന്ന ഭാഗത്താണ് ഭ്രൂണം പറ്റിപ്പിടിച്ച് വളരുന്നത് കേട്ടോ. ഇതില് ഭ്രൂണം എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് പ്ലാസെന്റ. മറുപിള്ള എന്നാണ് പ്ലാസെന്റ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇവിടെ അതിന്റെ ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ട്, നോക്കാം. കണ്ടോ, ഇവിടെ ഈ വേര് പോലെ പറ്റിപ്പിടിച്ച് വളരുന്ന ഈ ഭാഗമാണ് പ്ലാസെന്റ. ബ്ലാസ്റ്റോസിസ്റ്റ് ഗർഭാശയ ഭിത്തിയിലേക്ക് പറ്റിപ്പിടിച്ച ശേഷം രൂപപ്പെടുന്ന താൽക്കാലിക സംവിധാനമാണിത്. ഭ്രൂണകലകളും ഗർഭാശയ കലകളും ചേർന്നാണ് ഇത് രൂപം കൊള്ളുന്നത്. ഇനി ഇവിടെ പൊക്കിൾ കൊടി എന്ന് പറയുന്ന ഭാഗമാണ്. പ്ലാസെന്റയിൽ നിന്നാണ് ഈ പൊക്കിൾ കൊടി രൂപം കൊള്ളുന്നത്. ഇതുവഴിയാണ് ഓക്സിജനും പോഷകങ്ങളും ഗർഭസ്ഥ ശിശുവിന്റെ ശരീരത്തിലേക്ക് എത്തുന്നത്.
ഈ ശിശുവിന്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന വേസ്റ്റിനെ പുറത്തേക്ക് കളയുന്നത് ഏതുവഴി തന്നെയാണ്? ഈ പൊക്കിൾ കൊടി വഴിയാണ്. ഇനി അമ്നിയോൺ എന്ന് പറയുന്നത് ഈ കുട്ടീനെ പൊതിഞ്ഞ് കാണുന്ന ഈ ചാക്ക് പോലെ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഒരു കോട്ടിങ്ങിനെയാണ് അമ്നിയോൺ എന്ന് പറയുന്നത്. ഇത് പ്രാരംഭഘട്ടത്തില് ഭ്രൂണകോശങ്ങളിൽ തന്നെ നിന്ന് രൂപം കൊള്ളുന്നതാണ്. ഇതിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ദ്രവമാണ് അമ്നിയോട്ടിക് ദ്രവം എന്ന് പറയുന്നത്. അപ്പോ കുട്ടിക്ക് അല്ലെങ്കിൽ ഭ്രൂണം എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയില് നിർജ്ജലീകരണം നടക്കാതിരിക്കാനും അതുപോലെ തന്നെ ബാഹ്യമായ എന്തെങ്കിലും ക്ഷതങ്ങൾ, ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ഷോക്ക് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് അഫക്ട് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ് അമ്നിയോട്ടിക് ദ്രവം ഉള്ളത്. ഓക്കെ, ഇനി ഭ്രൂണ വളർച്ചയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബീജ സംയോഗത്തെ തുടർന്ന് സിക്താണ്ഡം സൈഗോട്ട് കോശ വിഭജനത്തിന് വിധേയമാകുന്നു. 3-4 ദിവസത്തിനുള്ളിൽ മോറുല, അതായത് 16 തുടങ്ങി 32 കോശങ്ങൾ വരെയുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു. അതിനുശേഷം 5 മുതൽ 6 വരെ ദിവസമാകുമ്പോൾ മോറുല ദ്രവം നിറഞ്ഞ ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് വികസിക്കുന്നു. ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് ആക്ച്വലി ഗർഭാശയ ഭിത്തിയിലെ ആന്തരപാളിയായ എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിച്ചു വളരുന്നത്. ഈ പ്രക്രിയനെ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നു. ഇതോടുകൂടിയാണ് ഗർഭധാരണം എന്ന് പറഞ്ഞ പ്രക്രിയ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്ലാസ്റ്റോസിസ്റ്റ് പിന്നീട് വളർന്ന് എന്തായിട്ട് മാറും? ഭ്രൂണമായിട്ട് മാറും. പിന്നെയും വളർന്നു വരുമ്പോഴും അതിന്റെ കൂടെ ഓരോ ഓർഗൻസ് ഒക്കെ ആയിട്ട് പതിയെ ഡെവലപ്പ് ചെയ്തു തുടങ്ങും. ഓക്കെ, അതില് വളർച്ചയും അതുപോലെ തന്നെ വൈവിധ്യവൽക്കരണവും ഉണ്ടാകും. അങ്ങനെ ഫീറ്റസ്, ഗർഭസ്ഥ ശിശുവായിട്ട് അത് വളർന്നു വരികയാണ്. അപ്പൊ നമ്മൾ സിക്താണ്ഡത്തിൽ നിന്ന് മോറുലയിലേക്ക് വളരുന്നു, അവിടെ നിന്ന് ബ്ലാസ്റ്റോസിസ്റ്റിലേക്ക് വളരുന്നു. അത് ഇംപ്ലാന്റേഷൻ പ്രക്രിയ കഴിഞ്ഞു കഴിയുമ്പോൾ പതിയെ വളർന്ന് എന്തായിട്ട് മാറും? ഫീറ്റസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഭ്രൂണത്തിന് ആവശ്യമായ ഓക്സിജനും പോഷക ഘടകങ്ങളും ലഭിക്കുന്നത് ഏതിലൂടെയാണ്? പ്ലാസന്റയിലൂടെയാണ്. ഗർഭസ്ഥ ശിശുവിനെ പ്ലാസന്റയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് പൊക്കിൾ കൊടി എന്ന് പറയുന്നത്. ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കുന്ന ഗർഭാശയ ഭിത്തിയിലെ ഇരട്ട സ്തരമാണ് അമ്നിയോൺ. ഇനി ഭ്രൂണത്തിന് സംരക്ഷണം നൽകുന്ന അമ്നിയോണിലെ ദ്രാവകമാണ് അമ്നിയോട്ടിക് ദ്രവം. ഗർഭസ്ഥ ശിശുവിന്റെ ജനിതക വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സംവിധാനമാണ് അമ്നിയോസെന്റസിസ് എന്ന് പറയുന്നത്. അമ്നിയോസെന്റസിസ് ജനിതക വൈകല്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. ഇനി ഇവിടെ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച വന്നിട്ടുണ്ട്. നോക്കിയേ, 1 മുതൽ 3 മാസം വരെ അതിന് നമ്മൾ ആദ്യത്തെ ട്രൈമസ്റ്റർ എന്ന് പറയും, ഒന്നാം ത്രൈമാസം. ഈ ഒരു പീരീഡിലാണ് ഹൃദയമിടിപ്പ് ആരംഭിക്കുന്നത്, കൈകാലുകൾ, വിരലുകൾ ഇതൊക്കെ രൂപം കൊള്ളുന്നത്, ലൈംഗിക അവയവങ്ങളും അവയവ വ്യവസ്ഥകളും രൂപം കൊള്ളുന്നു. രണ്ടാമത്തെ ട്രൈമസ്റ്റർ 4 മാസം മുതൽ 6 മാസം വരെയാണ്. ഇവിടെ തലമുടി അതുപോലെ ശരീര രോമങ്ങളുടെ വളർച്ച നടക്കും. ഗർഭസ്ഥ ശിശു ചലിക്കാൻ തുടങ്ങും, കൺപോളകൾ തുറക്കും, കൺപീലികൾ രൂപം കൊള്ളും. മൂന്നാമത്തെ ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ 7 മുതൽ 9 മാസം വരെ. ഈ ഒരു സമയത്ത് ശ്വാസകോശം പൂർണ്ണ വളർച്ചയെത്തും, ശരീരത്തിന് വലിപ്പം കൂടുന്നു, ശരീര ഭാരം കൂടുന്നു. ശരിക്കും വലിപ്പം വെക്കുന്ന ഒരു പീരീഡാണ് 7-ാം മാസം മുതൽ 9-ാം മാസം വരെയുള്ള സമയം. ഈ മനുഷ്യന്റെ ഗർഭകാലം എന്ന് പറയുന്നത് 280 ദിവസമാണ്. ഇതാണ് 9 മാസം എന്നൊക്കെ ഒരു കണക്ക് കേട്ടോ. ഓക്കെ, നമ്മള് ഇവിടെ ചാന്ദ്രമാസങ്ങളാണ് കണക്കാക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം 28 ദിവസമായിട്ടാണ് കണക്കാക്കുക. അതുകൊണ്ടാണ് ഈ പണ്ട് കാലത്തുള്ളവര് 10 മാസം ചുമന്നു എന്ന് പറയുന്നത്. 280 ദിവസം എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 28 10 മാസം. ഓക്കെ, പ്രസവിച്ച് ആദ്യകാലത്തെ 4-5 ദിവസം വരെ ഉണ്ടാകുന്ന പാലിനെ പറയുന്ന പേരാണ് കൊളസ്ട്രോൾ. മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ പേരാണ് ലാക്ടോസ്. മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏകദേശം ഒരു 70 കിലോ കാലറിയോളം ഉണ്ട്. ഇനി പുരുഷനിലും സ്ത്രീയിലും പ്രത്യുൽപാദന ശേഷി ഇല്ലാതാകുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് വന്ധ്യത. പുരുഷനെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയയാണ് വാസെക്ടമി. സ്ത്രീയെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയയാണ് ട്യൂബെക്ടമി. ഇനി ബാഹ്യ ബീജസങ്കലനത്തിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ പറയുന്ന പേരാണ് ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ. ഇനി അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു പോയിന്റ് നമുക്ക് പറയാൻ ബാക്കിയുണ്ടായിരുന്നു, അത് പ്രസവമാണ്, പാർച്ചുറേഷൻ. ഗർഭാവസ്ഥയുടെ അവസാനവും ഗർഭാശയത്തിന് പുറത്ത് ഒരു പുതിയ ജീവന്റെ തുടക്കവും അടയാളപ്പെടുത്തുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണിത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെർവിക്സ്, യോനി ഈ ഭാഗങ്ങൾ കാണാം. പതിയെ മസിൽ റിലാക്സേഷൻ നടന്ന് ഇതിൽ കൂടെ ബേബി പുറത്തേക്ക് വരുന്ന ഒരു പ്രക്രിയയാണിത്. അപ്പൊ ഗർഭാശയ ഭിത്തിക്ക് ഉണ്ടാകുന്ന ശക്തമായ സങ്കോചങ്ങളിലൂടെ ഗർഭസ്ഥ ശിശു യോനിയിലൂടെ പുറത്തേക്ക് വരുന്ന പ്രക്രിയയാണ് സാധാരണ പ്രസവം, നോർമൽ ഡെലിവറി എന്ന് നമ്മൾ പറയുന്നത്.
അപ്പൊ കുഞ്ഞിന്റെ തല യോനി മുഖത്തിലേക്ക് വരത്തക്ക വിധം സ്ഥിതി ചെയ്യുമ്പോൾ ഗർഭപാത്രം സങ്കോചിക്കുകയും സെർവിക്സ് വികസിച്ച് കുഞ്ഞ് പുറത്തേക്ക് എത്തുകയും ചെയ്യുന്നു. സാധാരണ പ്രസവം സാധ്യമാകാതെ വരുന്ന സന്ദർഭങ്ങളിലോ അല്ലെങ്കിൽ അമ്മയുടെയോ കുഞ്ഞിന്റെയോ ആരോഗ്യത്തിന് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടാകുന്ന അവസ്ഥയിലുമാണ് ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുന്നത്. ഇതിനെയാണ് സിസേറിയൻ അല്ലെങ്കിൽ സി സെക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നത്. ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ വികസിപ്പിച്ചെടുക്കുന്ന ഒരു സാങ്കേതിക വിദ്യനെ പറയുന്ന പേരാണ് IVF, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത് റോബർട്ട് G. എഡ്വേർഡും പാട്രിക് സ്റ്റെപ്റ്റോ എന്ന് പറയുന്ന ആളും ചേർന്നാണ്. 2010 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആളാണ് റോബർട്ട് G. എഡ്വേർഡ്. ഈ ടെസ്റ്റ് ട്യൂബ് ബേബീസിന്റെ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ടായിരുന്നു അത് കൊടുത്തത്. ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് ലൂയിസ് ബ്രൗൺ. ഓക്കെ, ഇംഗ്ലണ്ടിലാണ് ആദ്യത്തെ ബേബി ഉണ്ടായത്. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ പ്രക്രിയ ഉപയോഗിച്ച് ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ബേബിയാണ് ബേബി ദുർഗ. അത് സൃഷ്ടിച്ച ആളാണ് ഡോക്ടർ സുഭാഷ് മുഖോപാധ്യായ. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് ബേബി ഹർഷ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് കമല രത്ന. ഇനി അമ്മയായ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് നതാലി ബ്രൗൺ. ഇത്രയും കാര്യങ്ങളാണ് റിപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഇതില് മെയിൽ ഫീമെയിൽ സെക്സ് ഓർഗൻസിന്റെ കാര്യമായിട്ടുള്ള ഡീറ്റെയിൽസ് പഠിക്കാൻ തന്നിട്ടില്ല. കാരണം അത് നമ്മുടെ 9-10 ടെക്സ്റ്റുകളിൽ തന്നിട്ടില്ല, അതുകൊണ്ടാണ്. അതേസമയം +1, +2 ടെക്സ്റ്റുകളിൽ അത് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് +2 സെക്ഷൻ എക്സാമ്പിൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ ആ ടെക്സ്റ്റ് കൂടി ഒന്ന് വായിച്ചോളൂ കേട്ടോ. അപ്പൊ ഈ ഒരു സെക്ഷൻ എന്തായാലും ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഓക്കെ, അപ്പൊ വന്ന മെസ്സേജ് ഒക്കെ ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്കെലിറ്റൽ സിസ്റ്റം പഠിക്കാം. അപ്പൊ അതോടുകൂടി നമ്മുടെ സിസ്റ്റംസ് ഏകദേശം കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പൊ എല്ലാവരും എടുത്ത പോർഷൻസ് പഠിച്ചോളൂ. നാളെ ഗ്രൂപ്പിൽ 8 മണിക്ക് ക്വിസ് ഇടുന്നതായിരിക്കും. അപ്പൊ അത് അറ്റൻഡ് ചെയ്തോളൂ. കഴിഞ്ഞ ദിവസം ക്വിസ് ആകെ 9 പേരാണ് അറ്റൻഡ് ചെയ്തത്. പലർക്കും ഫങ്ഷൻസ് ഉണ്ടായിന്ന് അറിയാം. എന്നാലും ഇനി എക്സാംസ് അധികം സ്കിപ്പ് ചെയ്യാണ്ട് നോക്കിക്കോളൂ, പ്രത്യേകിച്ച് വീക്കെൻഡ് എക്സാമുകൾ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.